അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ നാം ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ളതാണ് ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേർ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പവിത്രതയുണ്ട് എന്ന് സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഒരു ഇബാദത്ത് ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ 1000 മാസങ്ങളെക്കാൾ നന്മ ചെയ്ത പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ ആ ലൈലത്തുൽ ഖദർ എങ്ങനെയാണ് തിരിച്ചറിയുക? ലൈലത്തുൽ ഖദർ എന്നാണെന്നോ ഏത് സമയത്താണോ എന്ന് കൃത്യമായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിനാണ് അത് ശരിക്ക് അറിയുക. എന്നാൽ അതിന്റെ ചില അടയാളങ്ങൾ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ അടയാളങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ലൈലത്തുൽ ഖദർ കഴിഞ്ഞിട്ടുള്ള പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യകിരണങ്ങളോ വലിയ പ്രകാശമോ ഉണ്ടാവില്ല. പൂർണ്ണ ചന്ദ്രനെ പോലെ ആയിരിക്കും സൂര്യൻ ഉദിക്കുക എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. എങ്ങനെ? ലൈലത്തുൽ ഖദർ കഴിഞ്ഞിട്ടുള്ള പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യത്തിന് കൂടുതൽ കിരണങ്ങൾ ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ വലിയ പ്രകാശവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ അടയാളമായി മഹാന്മാര് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ അടയാളം, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ശക്തമായ ചൂടും ഉണ്ടാവുകയില്ല, ശക്തമായ തണുപ്പും അനുഭവിക്കുകയില്ല. ഒരു മധ്യമായ കാലാവസ്ഥയായിരിക്കും നമ്മൾക്ക് അനുഭവിക്കുക എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ അടയാളം, ആ രാത്രിയിൽ നക്ഷത്രങ്ങളെ എറിയപ്പെടുകയില്ല. രാത്രി കാലങ്ങളിൽ നക്ഷത്രങ്ങളെ കൊണ്ട്, വാൽനക്ഷത്രങ്ങളെ കൊണ്ടൊക്കെ ജിന്നുകളെയും പിശാചുക്കളെയും ആകാശത്തിൽ നിന്ന് എറിഞ്ഞ് ആട്ടാറുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അങ്ങനത്തെ ഒരു സംഭവ വികാസം ആകാശത്ത് നടക്കുകയില്ല, എറിഞ്ഞാട്ടുകയില്ല എന്നുള്ളതാണ്. നാലാമത്തെ അടയാളം, നമ്മളുടെ പാത്രങ്ങളുടെ പകുതി പോലെ നക്ഷത്രങ്ങൾ പ്രത്യക്ഷമാകുക എന്നുള്ളതാണ്. ആകാശത്ത് അന്നത്തെ രാത്രി നക്ഷത്രങ്ങൾ പ്രത്യക്ഷമാകുന്ന സമയത്ത് പാത്രങ്ങളുടെ പകുതി പോലെയുള്ള ആകൃതിയിലായിരിക്കുമെന്നും മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ മുത്ത് മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത ആനന്ദമായിരിക്കും, വല്ലാത്ത ഉന്മേഷമായിരിക്കും, വല്ലാത്ത സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാം ഇത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്നുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സർവ്വ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാ, സർവ്വ ഹാജത്തുകളും നിറവേറ്റി തരണേ അല്ലാ, എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലാ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്റാണ് എന്റെ പ്രിയമുള്ളവരെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ടത്. അഥവാ ഒറ്റയിട്ട രാത്രികളിൽ ഇന്നത്തെ രാത്രി കൂടുതലായി നമ്മൾ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അതുപോലെ ഖുർആനിലെ ഒരുപാട് ആയത്തുകളുണ്ട്. ആയത്തുൽ കുർസി, ആമന റസൂലു, സൂറത്തു യാസീൻ ഒക്കെ ധാരാളം പതിവാക്കുക. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.